ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും ബാലലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും നാം പത്രങ്ങളിൽ വായിക്കുകയും TV ചാനലുകളിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ട്. പിഡോഫിലിയ എന്താണെന്ന് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് മുതിർന്ന വ്യക്തിക്ക് തോന്നുന്ന ലൈംഗികപരമായിട്ടുള്ള ആകർഷണമോ ലൈംഗികപരമായിട്ടുള്ള വ്യവഹാരമോ ആണ് പിഡോഫിലിയ. അതായത് മുതിർന്ന വ്യക്തിക്ക് ചെറിയ കുട്ടികളോട് തോന്നുന്ന ലൈംഗികപരമായിട്ടുള്ള ആസക്തിയോ ആകർഷണമോ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇതൊരു സൈക്യാട്രിക് ഡിസോർഡർ ആണ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് പിഡോഫിലിയക്കാർ. കുട്ടികളെ ലൈംഗികപരമായി പീഡിപ്പിക്കുന്ന എല്ലാവരും തന്നെ പിഡോഫിലിയക്കാർ ആവണമെന്നില്ല. അസംതൃപ്തമായ ലൈംഗിക ജീവിതം നയിക്കുന്നവരും സ്വന്തം പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന മിഥ്യാധാരണയുള്ളവരുമാണ് കുട്ടികളിലേക്ക് തിരിയുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കുട്ടിക്കാലത്ത് കടുത്ത മാനസിക സംഘർഷവും ലൈംഗിക പീഡനങ്ങളും അനുഭവിച്ചവരായിരിക്കാം ഇവർ. പോക്സോ നിയമപ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കുമെന്നറിഞ്ഞിട്ടും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാണുമ്പോഴോ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം ഇവർക്കുണ്ടാകുന്നു. യൗവനാരംഭത്തിൽ തുടക്കം കുറിക്കുന്ന ഇത്തരം വികലമായ ലൈംഗിക ചിന്തകൾ പിഡോഫിലിക് ആയിട്ടുള്ള ആളുകളിൽ കാലങ്ങളോളം നിലനിൽക്കുന്നു. യാതൊരു മാറ്റവും കൂടാതെ കാലങ്ങളോളം നിലനിൽക്കുന്നു. രക്ഷിതാക്കൾ ജോലിക്ക് പോകുമ്പോഴോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോഴോ വിശ്വാസമുള്ള ഒരാളെന്ന നിലയിൽ അവർ കുട്ടികളെ നോക്കാൻ ഏൽപ്പിക്കുന്നു. കുട്ടികൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹവും സംരക്ഷണവുമെല്ലാം കൊടുക്കാൻ ഇവർക്ക് പറ്റും. കുട്ടികളിലെ സ്നേഹം പിടിച്ചുപറ്റാനും കുട്ടികളോടൊന്നിച്ച് കളിക്കുവാനും ഇവർക്ക് നല്ല മിടുക്കായിരിക്കും. ആരുമില്ലാത്ത സന്ദർഭങ്ങളിൽ, കുട്ടികൾ ഒറ്റക്കാവുന്ന സന്ദർഭങ്ങളിൽ ഇവരുടെ മൃഗീയമായ ലൈംഗിക വാസന, ലൈംഗിക ഉത്തേജനം പുറത്തേക്ക് വരികയും അവർ കുട്ടികളെ ലൈംഗികമായി ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. മാതാപിതാക്കളുടെ ശ്രദ്ധയും സംരക്ഷണവും കിട്ടാത്ത കുട്ടികൾ, സാമ്പത്തികപരമായി പിന്നേക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികൾ, ശാരീരികമായി വൈകല്യമുള്ള കുട്ടികൾ എന്നിവരെയാണ് പിഡോഫിലിക് ആയിട്ടുള്ള ആളുകൾ ലക്ഷ്യമിടുന്നത്. പിഡോഫിലിക് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക ചികിത്സയുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ സ്പെഷ്യലൈസ്ഡ് തെറാപ്പിസ്റ്റിന്റെയോ സഹായം ഇവർക്ക് നേടാവുന്നതാണ്. കുട്ടികളെ സെർവന്റിനെയോ മറ്റാരെയെങ്കിലുമോ